ക്രിസ്ത്യാനികളുടെ ലെബനോൺ വീണ്ടും ജനിക്കാൻ പോവുകയാണ്. ശരിയാണോ? അങ്ങനെ വരും. അതായത് വാൾ സ്ട്രീറ്റ് ജേർണലിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് തുർക്കിയും തുർക്കിയുടെ സഖ്യസേനകളും ചേർന്നിട്ട് വടക്കൻ സിറിയ പിടിക്കാനുള്ള സന്നാഹമാണ് അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ബിൽഡപ്പ് തുർക്കിയുടെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ട്. വലിയൊരു അധിനിവേശം തുർക്കി സിറിയയുടെ വടക്കൻ സിറിയയിൽ. തുർക്കി വല്ലതും മിച്ചമുണ്ടോ? ഡമാസ്കസ് മാത്രമുണ്ട് SDS ജലോനിയുടെ പക്കൽ. ബാക്കി ഡമാസ്കസിന് 25 കിലോമീറ്റർ ഇപ്പുറം ഹെർമൺ മലനിര ഉൾപ്പെടെ ഇസ്രയേലിൻ്റെ പക്കൽ. അത് ഞാൻ അവസാനം പറഞ്ഞാൽ പോരെ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ തുർക്കി ഇസ്രയേൽ സിറിയ വല്ലതും ബാക്കിയുണ്ടോ എന്നറിയാം. പിന്നെ സിറിയ ബാക്കി രണ്ടാവും സിറിയ. ശരി. അപ്പോൾ വലിയ അധിനിവേശമാണ് ഇപ്പോൾ സന്നാഹം. അതിൻ്റെ അധിനിവേശ സന്നാഹമാണ് അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയുള്ള കുർദിഷ് സേന അവിടെ ഉണ്ട്. ആ കുർദിഷ് സേനയെ തുരത്തുക എന്നുള്ളതാണ് തുർക്കിയുടെ ലക്ഷ്യം. അപ്പോൾ അമേരിക്കയ്ക്ക് അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. അപ്പോൾ തുർക്കി മിക്കവാറും നാറ്റോയിൽ നിന്ന് പോകും. അതാണ് നമ്മൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുനിലാണ് എപ്പോഴും നാറ്റോ എന്ന് പറഞ്ഞ് ഇവർ ഒന്നിച്ച് നിൽക്കുന്നു പറയുന്നത്. ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെ, ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും, ഏതെങ്കിലും രസത്തിലായിരിക്കില്ല. ഇപ്പോഴും ഒട്ടും രസത്തിലല്ല അവർ. അപ്പോൾ വടക്കൻ സിറിയ പിടിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് തുർക്കി. സിറിയ തുർക്കി അതിർത്തിയിൽ കുർദിഷ് ഭൂരിപക്ഷ നഗരമുണ്ട്. കുർദുകൾക്ക് ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ സാറി പറഞ്ഞു വരുന്നത് എങ്ങനെ ക്രിസ്ത്യൻ ലെബനോൺ വീണ്ടും ജനിക്കുമെന്നതാണ് പറയാൻ പോകുന്നത്. സസ്പെൻസ്. അത് അവസാനം ഇപ്പൊ സന്നാഹം ആണ് പറയുന്നത്. സിറിയ തുർക്കി അതിർത്തിയിൽ കുർദിഷ് ഭൂരിപക്ഷ നഗരമായ, ഇപ്പൊ മലപ്പുറം പോലെ കോബാനി എന്ന് പറഞ്ഞ നഗരം, അത് കുർദിഷ് ഭൂരിപക്ഷ സ്ഥലമാണ്. അതിൻ്റെ അടുത്താണ് തുർക്കിയുടെ സേനാസന്നാഹം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വടക്ക് കിഴക്കൻ സിറിയ 2019 തുർക്കി ആക്രമിച്ചിരുന്നു, 5 കൊല്ലം മുമ്പ്. അതിന് സമാനമായ സന്നാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഈ WSJ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അസ്ഥിരത ഉണ്ടാവുമോ സിറിയയിൽ? ഇസ്ലാമിക് സ്റ്റേറ്റ് പുനരുജ്ജീവിക്കുമോ ഇതുകൊണ്ട്? തുടങ്ങിയ ആശങ്കകളൊക്കെയാണ് അമേരിക്കയ്ക്ക് ഉള്ളത്. ആ ആശങ്കയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടവറകളുണ്ടല്ലോ, തടവറകൾക്കൊന്നും ഇപ്പോൾ വലിയ കാവലൊന്നും തുറന്നിട്ടിരിക്കുക. ആ തടവറകളിലൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരുപാട് തടവ് പുള്ളികളുണ്ട്. ഇവർ പോയി സ്ലീപ്പർ സെല്ലുകളുമായിട്ടൊക്കെ ചേരുമോ എന്നുള്ളതാണ് ആശങ്ക. വേറൊരു വിഷയമാണത്. അപ്പോൾ തുർക്കി യൂണിഫോമുള്ള കമാൻഡോകളെ ഇപ്പോൾ ആ പ്രദേശത്ത് കാണാം. കവചിത വാഹനങ്ങൾ കാണാം. അതിർത്തിയിൽ നിർണായക സ്ഥലങ്ങളിലൊക്കെ ഈ ടാങ്കുകളൊക്കെ ഇപ്പോൾ കാണാം. ഒരു കരയുദ്ധത്തിന് റെഡിയായിട്ടാണ് തുർക്കി സേന നിൽക്കുന്നത്. കുർദിഷ് സിവിലിയൻ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇൽഹാം അഹമ്മദ്, ഒരു കുർദിഷ് മുതിർന്ന പൗരൻ എന്ന് കൂട്ടുക, ജനറൽ എന്നൊക്കെ, അയാൾ ട്രംപിനൊരു കത്തെഴുതിയിട്ടുണ്ട്. എർദോഗന് മേൽ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തണം, ഞങ്ങൾ പാവങ്ങളാണ് കുർദുകൾ, ഞങ്ങളെ ആക്രമിക്കരുത്, ശരിപ്പെടുത്തരുത് എന്ന് അങ്ങ് എർദോഗനോട് പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണം എന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ട്രംപിന്. ട്രംപ് വരികയാണല്ലോ. അപ്പോൾ ട്രംപ് വരുന്നതിന് മുമ്പ് ഇത് എർദോഗനുമായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ കുർദുകളെ ശരിയാക്കി കളയല്ലോ. അതായിരിക്കും ഒരുപക്ഷെ എർദോഗനും ആഗ്രഹിക്കുന്നത്. ട്രംപ് വരും മുമ്പ് തീർത്തു കഴിഞ്ഞാൽ അതിന് മുമ്പ് തീർക്കണം എന്നുള്ളത്. പുതിയ ട്രംപ് ഭരണകൂടം തുർക്കിയുടെ അധീശത്വം അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ട്. ആ ഭാഗം ചിലപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ വടക്കൻ സിറിയ വേണമെങ്കിൽ പിടിച്ചുകൊണ്ട് പോകട്ടെ, അത് മുസ്ലിം ആയിക്കോട്ടെ, ഇപ്പുറത്ത് നമുക്കൊരു ക്രിസ്ത്യൻ രാജ്യം എന്നും തീരുമാനിക്കാം. അപ്പോൾ 2 ലക്ഷം കുർദിഷ് പൗരന്മാർ അവിടുന്ന് ഒഴിയേണ്ടി വരും. ഈ ആക്രമണം നടന്നാൽ തുർക്കിയുടെ കുർദുകൾ ഒഴിയേണ്ടി വരും. അവർ വേറെ എവിടേക്കെങ്കിലും പലായനം ചെയ്യോ ഇറാഖ് മേഖലയിലേക്ക് പോവോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനികൾക്ക് പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതാണ്. ട്രംപ് മുൻകൂർ ഞങ്ങൾക്ക് തുണ നൽകണം എന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. അതായത് ഇനി വന്നു കഴിഞ്ഞാലും ഞങ്ങളെ വിടരുത്, ഞങ്ങളെ ഉപേക്ഷിക്കില്ല എന്ന് അങ്ങ് പറയണം കത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട്. SDF മറ്റേ
സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ്. അത് ആണ് അമേരിക്കൻ സേനയുടെ കൂടെ ഉള്ളത്. ഇപ്പോൾ അത് വിഷമത്തിലാണ് കുറച്ച്. കാരണം കോബാനി, ഈ സ്ഥലം, കോബാനിയെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തുർക്കി വളഞ്ഞിട്ടുണ്ട്, കുർദുകളെ വളഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ മധ്യസ്ഥത, ഈ വെടിനിർത്താനുള്ള മധ്യസ്ഥതയൊക്കെ ഇപ്പോൾ പൊളിഞ്ഞ മട്ടാണ്. എന്ന് പറഞ്ഞാൽ തുർക്കി അമേരിക്കയുമായിട്ട് മധ്യസ്ഥതയ്ക്ക് തയ്യാറല്ല. ഈ പറഞ്ഞ 2 മാസത്തെ ഇടയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും. കഴിഞ്ഞ ആഴ്ച ആന്റണി ബ്ലിങ്കൻ, വിദേശകാര്യ സെക്രട്ടറി, തുർക്കി പോയിരുന്നു ഇതൊക്കെ സംസാരിക്കാൻ. പക്ഷേ എർദോഗൻ ഒരു ഉറപ്പും കൊടുത്തില്ല. ആന്റണി ബ്ലിങ്കന് ഒരു നയതന്ത്ര സംഭവമൊക്കെ എടുത്തിരുന്നു. അസദ് പോയപ്പോൾ സിറിയൻ കുർദുകളും തുർക്കി തുണയ്ക്കുന്ന സേനയും തമ്മിൽ അവിടെ പ്രശ്നമുണ്ടായി. SDFനെ തുർക്കി എപ്പോഴും കണ്ടിട്ടുള്ളത്, ഈ അമേരിക്കയുടെ കൂടെയുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസിനെ തുർക്കി എപ്പോഴും കണ്ടിട്ടുള്ളത് കുർദിഷ് വർക്കേഴ്സ് പാർട്ടിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. PKK, കുർദിഷ് വർക്കേഴ്സ് പാർട്ടി. പക്ഷേ ഈ കുർദിഷ് വർക്കേഴ്സ് പാർട്ടിയെ ഭീകര സംഘടനയായിട്ടാണ് തുർക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഭീകര സംഘടനയായിട്ട്. അപ്പോൾ ബലത്തിൽ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റിയ പാർട്ടിയാണ് തുർക്കി. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കൃത്യത വരുന്നുണ്ട്, വ്യക്തത. വടക്കൻ സിറിയ ഒരു സിറിയ രണ്ടാവുകയും വടക്കൻ സിറിയ മുസ്ലിങ്ങളുടെ കയ്യിലിരിക്കുകയും അവർക്ക് കൊടുക്കും കൊടുക്കുന്ന തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഈ തെക്കൻ സിറിയ എന്ന് പറയുന്നത് ലെബനനും ഡമാസ്കസ് ഒക്കെ ലെബനൻ്റെ ഭാഗമായിട്ട് ഒരു ക്രിസ്ത്യൻ രാജ്യം. അപ്പോഴൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന ജലോനിയുടെ HTS ഇല്ലേ, അത് അവരെ തുർക്കി അംഗീകരിക്കുന്നില്ല. അവരെന്ത് ചെയ്യും? അതൊന്നും ഇനി അധികകാലം ജലോനിക്ക് വലിയ ആയുസ് ഉണ്ടാവത്തില്ല. അതിന് വലിയ പട്ടാളമൊന്നുമില്ല സുനിലെ. സിറിയക്ക് തന്നെ പട്ടാളം ഉണ്ടായിരുന്നില്ല. സിറിയയുടെ ഉള്ളില് ഇദ്ലിബ് മാത്രം കൈവശം വെച്ചിരുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണിത്. അവർക്ക് പ്രതിരോധം ഇല്ലായിരുന്നുകൊണ്ടാണ് അവർ ഡമാസ്കസിൽ കാരണം അവിടുത്തെ പട്ടാളക്കാർക്ക് ആഴ്ചയിൽ $8 $10 ഒക്കെ ആയിരുന്നു ശമ്പളം. അതെ. എന്നിട്ട് അവർ പലപ്പോഴും വീട്ടിലേക്ക് പോകാനും കുറച്ച് ദിവസം മാറി നിൽക്കാനും ഒക്കെ അവരുടെ ഓഫീസർമാർക്ക് കോഴ കൊടുക്കുമായിരുന്നു പട്ടാളക്കാർ. റിസർവ് 1 കൊല്ലത്തേക്കൊക്കെ എടുത്തിരുന്ന റിസർവിസ്റ്റും ഒക്കെ ആയിരുന്നു. അങ്ങനെ പല സ്ഥലത്തും പോസ്റ്റുകളിൽ പട്ടാളം ഉണ്ടായിരുന്നില്ല. ഓഫീസർക്ക് പൈസ കൊടുത്തിട്ട് ലീവ് എടുത്ത് നാട്ടിൽ പോയിട്ട് കൂലിപ്പണിക്ക് പോകുമായിരുന്നു, വാർക്കപ്പണിക്ക് പോകുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് HTS പിടിച്ചു കഴിഞ്ഞപ്പോൾ തെരുവിലൊക്കെ ധാരാളം തോക്ക് വെറുതെ കിടപ്പുണ്ടായിരുന്നു ഈ പട്ടാളക്കാരുടെ. എന്തിനു വെടികൊണ്ട് ചെയ്യാവുന്നു? ശമ്പളവും ഇല്ല, വെടിയും കൊള്ളണം, പൈസയും കിട്ടുന്നില്ല, ശമ്പളവും ഇല്ല. അപ്പോൾ മറ്റവർക്ക് കോഴ കൊണ്ട് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുന്നുണ്ടായിരുന്നു. ശമ്പളവും കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു സിറിയൻ പട്ടാളത്തിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വലിയ ഈ ലെബനനും തെക്കൻ സിറിയൊക്കെ ചേർന്നിട്ട് ഒരു 10,000 കിലോമീറ്റർ സ്ഥലം ഒക്കെ കിട്ടുന്ന ഒരു വലിയ രാഷ്ട്രമായിട്ട് ലെബനൻ മാറുന്നു, ഒരു ക്രിസ്ത്യൻ രാജ്യമായി. ഓർക്കുക, ലെബനൻ എന്ന് പറയുമ്പോൾ ലബനീസ്, ലബനോൺ സുന്ദരിമാർ, ലബനോണിലെ സുഗന്ധം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ബൈബിളിൽ പഴയ നിയമത്തെ വായിക്കുമ്പോൾ ലബനോണെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്. ആ മനോഹരമായ സമാധാനപൂർണമായ ലബനോണാണ് നശിച്ച് യുദ്ധത്തിൻ്റെ ഒരു കേദാരഭൂമിയായി മാറിയത്. അവിടുത്തെ ക്രിസ്ത്യാനികൾ 40% ഇപ്പോഴും ഉണ്ട് ലബനോണിൽ. അവർ വല്ലാത്ത നരകയാതന അനുഭവിച്ച് 2ാം തരം പൗരന്മാരായിട്ടാണ് കഴിയുന്നത്. അവർക്ക് അവരുടെ രാജ്യം വീണ്ടും ഒരു ക്രിസ്ത്യൻ ലെബനോൺ തിരിച്ചു വരുന്നു എന്നത് വലിയ സന്തോഷമാണ്. പിന്നെ പലപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, ആ ഗാസയിൽ നിന്നൊക്കെയുള്ള മറ്റേ യഹൂദിയയില്ലേ, പഴയ വെസ്റ്റ് ബാങ്ക്, യഹൂദിയ എന്ന് പേര് മാറ്റിയല്ലോ. അതെ. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള മുസ്ലിങ്ങൾ എങ്ങോട്ട് പോവും എന്ന് ചോദിക്കാറുണ്ടല്ലോ. അടുത്ത് തന്നെ ഈ വടക്കൻ സിറിയയിലേക്ക് പോകാം, ഇത് പിടിച്ചെടുത്തിട്ട് റെഡിയാക്കിയിട്ട് അങ്ങോട്ട് താമസിപ്പിക്കാം, ഇങ്ങോട്ട് മാറ്റി പാർപ്പിക്കുക, അവിടെ ഇരിക്കുക. അതാണ് നടക്കാൻ പോകുന്ന പരിപാടി. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതിൻ്റെയൊക്കെ കാർമ്മികനായിട്ട് മൂപ്പിലാൻ വരികയും ചെയ്യും. അത് വരും, ട്രംപ്. ഇനി വളരെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അങ്ങനെ മധ്യേഷ്യയിൽ സമാധാനവും വരും. കുർദുകൾ ഈ തുർക്കി സമ്മതിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അവിടുന്ന് മാറേണ്ടിയും വരും. കുർദുകളെ അമേരിക്ക സഹായിക്കണം, ഞങ്ങളെ വെറുതെ വിടരുത്, രക്ഷിക്കണം എന്നൊക്കെ പറയുന്നു. അതെ, അത് ട്രംപ് കേൾക്കുമെന്ന് എൻ്റെ വിശ്വാസം.
അവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുർദുകൾ അത്ര കുഴപ്പക്കാരൊന്നുമല്ല. അവർ കുഴപ്പക്കാരൊന്നുമല്ല. അവർ എല്ലാ കാലത്തും അടിച്ചമർത്തിയിരുന്നു ഒക്കെ ഉണ്ടല്ലോ. ഇറാഖിലൊക്കെ ധാരാളം പീഡിതരാണ്. ജൂതന്മാരെ പോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് കുർദുകൾ. അതെ, അവരെ മെയിൻ സ്ട്രീം മുസ്ലിംസ് അംഗീകരിക്കുന്നുമില്ല. ഇല്ല. ഏതായാലും ലെബനോൺ വീണ്ടും വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.